ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. മടക്കപ്പം അഥവാ മടക്കട, അങ്ങനെ എന്ത് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇത് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ആട്ടയാണ്, ഗോതമ്പ് പൊടി. അതിവിടെ ഞാനിങ്ങനെ 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. മൈദയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഹെൽത്തി അതായതുകൊണ്ട് ആട്ട എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിത് വേണ്ടത് വെള്ളമാണ്. അതൊന്ന് ആ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പാകത്തിനുള്ള വെള്ളം. പിന്നെ ഉപ്പ് വേണം, അതുപോലെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അത് ഓപ്ഷനിലാണ്. പിന്നെ ഇനി അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇത് മാങ്ങയ്ക്ക് പകരം ചക്കയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴം പഴുത്തതോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ഫില്ലിങ്ങിനായിട്ട് എടുക്കാം. ഇപ്പം മാങ്ങ കിട്ടിയതുകൊണ്ട് ഞാൻ മാങ്ങ എടുത്തു എന്ന് മാത്രം. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങ ചെരുക്കിയത് ഇവിടെ 1/2 മുറി തേങ്ങ ചെരുക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കതിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര വേണം. മാങ്ങ ഓൾറെഡി മധുരമുള്ളതാണ്, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര എടുക്കാൻ. പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് ഏലക്കാപ്പൊടി വേണം. ഇനി നമുക്ക് ആദ്യം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇവിടെ ഗോതമ്പ് പൊടി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് കളറിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂൺ ടു ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് അതിൻ്റെ കളറിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനോട് കണക്ക് പറയാനായിട്ട് പറ്റില്ല നമുക്ക്. പിന്നെ ഇനി അതൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ. ഇനി കട്ട കെട്ടുന്ന അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കട്ട കിട്ടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മാവെല്ലാം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയതാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്കതിനാവശ്യമുള്ളൊരു മാങ്ങ വഴറ്റിയെടുക്കാനായിട്ട് നെയ്യ് വേണം. 1 ടീസ്പൂൺ നെയ്യ് ആവശ്യമുണ്ട് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാങ്ങയൊന്ന് അതിലിട്ട് വഴറ്റിയെടുക്കുകയാണ്. മാങ്ങയെല്ലാം നെയ്യിലൊന്ന്, ഇത് മാങ്ങയായാലും ചക്കയായാലും നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിലായാലും ഒക്കെ ആ ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മാങ്ങയുടെയും ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ സീസണൽ ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 3-4 സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരണമെന്നേ ഉള്ളൂ, ഒരുപാട് വാട്ടിയെടുക്കണമെന്നൊന്നുമില്ല. ഇനി അതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. നമുക്കൊന്ന് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം.
ഇനി നമുക്ക് ആ മാവ് ആ ബാറ്റർ വെച്ചിട്ട് ഒരു ദോശ നല്ല കട്ടിയുള്ള ഇതിൽ ദോശ ചുട്ടെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓയിൽ തടവി കൊടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ഈ സൈഡിലാണ് നമ്മൾ ഫില്ലിങ് വെക്കണത്. കുറച്ചൊരു ഭാഗം വിട്ടിട്ട് ഒരു നടുഭാഗം തൊട്ടിട്ട് നമ്മൾ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി കുറച്ച് ആ ബാറ്ററിൻ്റെ എടുത്തിട്ട് നമ്മൾ ആ സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഭാഗം നമ്മൾ കവർ ചെയ്യുമ്പോൾ അതങ്ങനെ ഒട്ടിയിരിക്കും. അതിൽ നിന്ന് ഫില്ലിങ് പുറത്തേക്ക് പോവില്ല. അപ്പോൾ അതെല്ലാം ഒട്ടിയിട്ടുണ്ടാവും. ഇനി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ലിംഗ് ഒന്നും പുറത്ത് വരില്ല. ഒന്ന് തിരിച്ചിട്ട് ആ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഒരു മടക്കപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് കട്ടിയിൽ വേണം ഇതാക്കാൻ. ഞാൻ ആദ്യത്തെ ഒഴിച്ചത് അത്ര കട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഫില്ലിങ് വെക്കുമ്പോൾ അങ്ങനെയാവണത്. പിന്നെ ഒരുപാട് ഫില്ലിങ് വെക്കരുത്. നമ്മുടെ ആ ദോശയുടെ ഒരു കനത്തിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് വേണം വെച്ച് കൊടുക്കാൻ. അതുപോലെ ഫില്ലിങ് നന്നായി ചൂടാറിയിട്ട് വേണം വെക്കാൻ. ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡിൽ വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. എപ്പോഴും ഫില്ലിങ് ഒന്ന് ചൂടാറിയിട്ടുണ്ടാവണം, അല്ലെങ്കിലും ദോശ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒന്ന് കുറച്ച് മാവ് അവിടെ ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കവർ ചെയ്യാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും. ഞാൻ ഒന്ന് മെല്ലെ ഈ സൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മടക്കപ്പം റെഡിയായി. നമുക്കതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.